ഹലോ എവരി വൺ. അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ടേംസ് ആണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, വാട്ട് ഈസ് റിസ്ക് അനാലിസിസ്, റിസ്ക് ഇവാലുവേഷൻ, ഹസാർഡ് അസസ്മെൻറ്റ്, റിസ്ക് അനാലിസിസ്. Okay, risk identification includes the hazard and vulnerability assessment. Hazard assessment includes identification of nature and behavior of the hazards the community is exposed to, source of threat as well as the level of likelihood its occurrence are also identified. The vulnerability assessment identifies what elements are at risk and why they are at risk, the reasons for their vulnerability. The capacities of community are also identified in order to determine their ability to deal with the potential risk. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രത്യേക സ്ഥലത്തിലെയോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള ഒരു ദുരന്തം നടക്കാനുള്ള റിസ്ക് ലെവൽ, അതിനെക്കുറിച്ചുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഈ റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണല്ലോ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഹസാർഡ്സ്. ഒരു അപകടത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കലാണ്. ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെയാണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് അനാലിസിസ്, ഇപ്പോൾ ഒരു റിസ്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ഒരു റിസ്ക് നടക്കുന്നത് നമുക്ക് ഉറപ്പായി. അപ്പോൾ എയിംസ് ടു ഡെവലപ്പ് വേരിയസ് റിസ്ക് സിനേരിയോസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഡിഗ്രി ഓഫ് റിസ്ക് ആൻഡ് ഇറ്റ്സ് നേച്ചർ. അപ്പോൾ ആ ഒരു റിസ്ക് ലെവൽ മനസ്സിലാക്കുകയും അതിൻ്റെ നേച്ചർ മനസ്സിലാക്കുകയൊക്കെയാണ് ഈ ലെവലിൽ ചെയ്യുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ദ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഡാമേജസ് ആൻഡ് ലോസസ് മൈറ്റ് ബി എക്സ്പീരിയൻസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഒക്കറൻസ് ഓഫ് എ ഹസാർഡ്. അസസ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഓൾസോ ഫോൾ ഇൻ ദിസ് കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് പൊട്ടൻഷ്യൽ ഡാമേജസ് ആൻഡ് ലോസസ് മൈറ്റ് ബി എക്സ്പീരിയൻസ്ഡ്. ഒരു കമ്മ്യൂണിറ്റി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ദുരന്തം നടക്കുമ്പോൾ നേരിടും. അപ്പോൾ അതിനെക്കുറിച്ചൊരു അനാലിസിസ് ആണ്. നേരത്തെ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ ഇതിൽ അനാലിസിസ് ആണ്. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എസ്റ്റിമേഷൻ ഉണ്ടാക്കുന്നു. എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് റിപ്പോർട്ട് പോലെ എത്ര ചിലവാവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബാധിക്കും, അങ്ങനെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ അത് എത്ര ലോസ് ഉണ്ടാക്കും, ഡാമേജസ് ഉണ്ടാവും എന്ന് നോക്കലാണ് ഈ ഒരു റിസ്ക് അനാലിസിസ് സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. അസസ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റീസ് ആൻഡ് റിസോഴ്സസ് ആർ ഫോൾ ഇൻ ദിസ് കാറ്റഗറി. അസസ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റീസ്, അവിടെ അത് നേരിടാനുള്ള കപ്പാസിറ്റി, ആ ഒരു ലെവലുണ്ടോ, റിസോഴ്സസ്, അതിന് വേണ്ട റിസോഴ്സസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്, അതിനെക്കുറിച്ച് അസസ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. Capacity assessment identifies people's coping strategies, resources available for preparedness, mitigation, and emergency response, who have access to control over these resources. Risk mapping through GISs manually in approach to analyze risk at local level. അതായത് ആ പ്രദേശത്ത് ആ റിസ്ക് നേരിടാനുള്ള സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ലെവലിലാണ് നോക്കുന്നത്. അനലൈസ് ചെയ്യും. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു സാധനവും ഇല്ല, അപ്പം നമ്മൾ അനലൈസ് ചെയ്യും എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റിസ്ക് വാലുവേഷൻ ഇൻവോൾവ്സ് ദ കമ്പാരിസൺ ഓഫ് റിസ്ക് അഗെയിൻസ്റ്റ് പ്രീ എസ്റ്റാബ്ലിഷ്ഡ് എലമെന്റ്സ് ഓർ ക്രൈറ്റീരിയ. Most important risk from the perspective of vulnerable people are identified in this process. This also enables the decision making about potential strategies that should be followed for dealing with the different kind of risk. Risk evaluation, it involves a comparison of risk against pre-established elements of criteria. നേരത്തെ തന്നെ ഉള്ള ക്രൈറ്റീരിയാസും എലമെൻസിനെയൊക്കെ വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ മാർക്ക് കൂട്ടി നോക്കുന്നു, നിങ്ങൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ, ഇവാലുവേഷൻ അല്ലേ. അതുപോലെ റിസ്ക്കും ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇനി ഇത് ഇല്ല, അപ്പോൾ അവിടെ ഒരു ഇവാലുവേഷൻ, ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് വൾണറബിൾ പീപ്പിൾ. അതായത് ഇപ്പോൾ ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ആളുകളുടെ മൈൻഡ് നമ്മൾ നോക്കണം, ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നിലപാട് നോക്കണം. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാണ് ഈ ഒരു റിസ്ക് ഇവാലുവേഷൻ സ്റ്റേജിൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് പറയുന്നത്, അതിലാണ് പൊട്ടൻഷ്യൽ സ്ട്രാറ്റജീസ്, നല്ല സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്.
Hazard assessment is the process of determining the frequency, severity, potential impact and duration of hazard. Hazard assessment പറഞ്ഞാൽ ഒരു ഹസാർഡ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനെ അസസ്മെൻ്റ് ചെയ്യുന്നു, മീൻസ് അതിനെക്കുറിച്ച് പഠിക്കുന്നു. ഇപ്പോൾ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായാൽ എത്ര സമയം ഉണ്ടാവും, അത് എത്രത്തോളം ഭീകരമായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അസസ് ചെയ്യുന്നതാണ് ഹസാർഡ് അസസ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് അനാലിസിസ് നേരത്തെ പറഞ്ഞ തന്നെയാണ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഹസാർഡ് വൾണറബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് അസസ്മെൻറ്റ് ഇറ്റ് വുഡ് ബി എസെൻഷ്യൽ ടു കണ്ടക്ട് റിസ്ക് അനാലിസിസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, വേറൊരു രീതിയിലാന്നേ ഉള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ ഓഫ് റിസ്ക് അനാലിസിസ് മെട്രിസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിസ്ക് അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ബോക്സിൽ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹസാർഡ് can impact many elements risk in different manners. During risk analysis we identify what kind of impact of a hazard will have on various at risk elements: people, houses, crops, roads, schools, etc. It also identify the extent of impact, how many people might killed, how many might be injured, how many hectares land are negatively affected. ഇപ്പോൾ പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ഡാമേജസ് ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവാം. അപ്പോൾ ഏതിനൊക്കെയാണ് ഡാമേജ് കൂടിയിട്ടുള്ളത്, കുറഞ്ഞതെന്നുള്ള ഒരു എന്താണ് ഹൈ, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ എന്ന് പറഞ്ഞിട്ട് പല ലെവൽസ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് പറയുന്നത് പോയിന്റ്സ് ഓഫ് കൺസിഡറേഷൻ ഓഫ് കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് പ്രോസസ്. കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് പ്രോസസ് എന്നുള്ള ആ ഒരു പ്രോസസ്സിൻ്റെ കുറച്ച് പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ എ കമ്മ്യൂണിറ്റി മേ ഹാവ് ഡൈവേഴ്സ് ഒപ്പീനിയൻസ് അബൌട്ട് ഡിസാസ്റ്റർ പ്രോബ്ലം. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിന് വ്യത്യസ്തങ്ങളായിട്ട് അഭിപ്രായമായിരിക്കും ആ ദുരന്തത്തെക്കുറിച്ച് ഉണ്ടാവുക. ദർ ഇസ് എ നീഡ് ഓഫ് ഡയലോഗ് എമംഗ് ദ ലോക്കൽ പീപ്പിൾ ആൻഡ് ഔട്ട്സൈഡ് എക്സ്പേർട്ട് അബൌട്ട് ദ ഡിസാസ്റ്റർ റിസ്ക്. ഒരു ദുരന്തത്തിൻ്റെ റിസ്ക് ലെവലിനെ കുറിച്ച് ആ നാട്ടുകാരോടും സംസാരിക്കേണ്ട ആവശ്യമുണ്ട്, അതേപോലെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള എക്സ്പേർട്സിനോടും സംസാരിക്കേണ്ട ആവശ്യമുണ്ട് കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്സിൽ. കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ് ഷുഡ് ലീഡ് ടു ഡിബേറ്റ് അബൌട്ട് ചേഞ്ച് ആൻഡ് ആക്ഷൻ പ്ലാനിങ് ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ. അപ്പോൾ ഡിസാസ്റ്റർ കുറക്കാനുള്ള, റെഡ്യൂസ് ചെയ്യാനുള്ള ഇതിനെക്കുറിച്ചൊരു ഡിബേറ്റ് ആയിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂസ് ലോക്കൽ മെറ്റീരിയൽസ് ഫോർ അനാലിസിസ്: ബ്രെഡ്, സീഡ്സ്, ലീവ്, സ്റ്റോൺസ്, ക്ലേ. അതായത് ഒരു ദുരന്തം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഭാഗത്തുള്ള വസ്തുക്കളെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. യൂസ് മോഡൽസ് ആൻഡ് വിഷ്വൽ ടെക്നിക്സ് ഫോർ റിസ്ക് അസസ്മെൻറ്റ് ഇൻ ഓർഡർ ടു ജനറേറ്റ് ഇൻട്രസ്റ്റ് എമംഗ് ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. അപ്പം ഓരോന്നിലും വിഷ്വലായിട്ടുള്ള മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അനാലിസിസ് ഓഫ് ദി കമ്മ്യൂണിറ്റി റിസ്ക് വിൽ ബി ഡൺ കമ്മ്യൂണിറ്റി. അതിൻ്റെ അനാലിസിസ്, റിസ്കിൻ്റെ അനാലിസിസ് നടത്താൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആ കമ്മ്യൂണിറ്റി തന്നെയാണ്. അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്, ADPC. ഓക്കെ, ADPC 2006 ലുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബിൽഡ് റാപ്പോർട്ട് എമംഗ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, men and women, rich and poor, young and old, people, ethnic minorities, farmers, fishers, etc. ഒരു നല്ല കണക്ഷൻ എല്ലാവരുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ബി ഫ്രണ്ട്ലി ആൻഡ് സെൻസിറ്റീവ് പീപ്പിൾസ് ടു ഒപ്പീനിയൻസ്. നമ്മൾ ഒരാളുടെ അഭിപ്രായം, ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്തുള്ളവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ എപ്പോഴും അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. ഒപ്പം തന്നെ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ നമ്മളും വിഷമിക്കുക. അങ്ങനെ ആ ഒരു രീതിയിൽ അത് പോവുക. ഷുഡ് നോട്ട് മേക്ക് പീപ്പിൾ ഫീൽ അൺകംഫർട്ടബിൾ. അവരെ ഒരിക്കലും ഒരു അൺകംഫർട്ടാക്കി മാറ്റരുത്. അവരോട് എപ്പോഴും സ്നേഹത്തോടെയും വളരെ സൗമ്യമായിട്ടും പെരുമാറാം. ലിസൺ ടു ലോക്കൽ പീപ്പിൾ ആൻഡ് ലീവ് ടൈം ഇൻ കൺവേഴ്സേഷൻ ഫോർ അഡീഷണൽ കമൻറ്റ്സ്. അതായത് നമ്മൾ തുരുതുരാ ചോദ്യം ചോദിച്ചുകൊണ്ട് കണ്ട് ഒരു ചോദ്യം കഴിഞ്ഞ് അവർക്ക് ഉത്തരം പറയാനുള്ള സാവകാശം കൊടുത്ത് വളരെ പതുക്കെ മാത്രം ആ ഒരു പ്രോസസ്സ് കൊണ്ടുപോകാനാണ് പറയുന്നത്. സെലക്ട് അപ്രോപ്രിയേറ്റ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് ടു സ്യൂട്ട് ലോക്കൽ കണ്ടീഷൻസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള ടൂൾസുകൾ യൂസ് ചെയ്യുക. ചിലയിടത്ത് നമുക്ക് ഓൺലൈൻ മീഡിയാസും സോഷ്യൽ മീഡിയാസും മതിയാവും, ചിലയിടത്ത് ഡയറക്റ്റ് പോകേണ്ടി വരും. അങ്ങനെ അതിനനുസരിച്ച് അത് മാറ്റുക.
ബി പേഷ്യൻ്റ് ആൻഡ് മൂവ് അറ്റ് മോഡറേറ്റ് പേസ് ഇൻ ഡിസ്കഷൻ. എപ്പോഴും വളരെ ക്ഷമയുള്ള ആളായിട്ട് ഒരു ദുരന്ത സ്ഥലത്ത് പോവുക. കമ്മ്യൂണിറ്റി റിസ്ക് അസസ്മെന്റ് പ്രോസസ്സിൽ വളരെ സൗമ്യമായിട്ട് പെരുമാറുക. ഒപ്പം തന്നെ എല്ലാത്തിനും ഒരു മിഡിൽ ആയിട്ട് നിൽക്കുക. എന്തൊരു ഒപ്പീനിയൻ വരുമ്പോഴും മോഡറേറ്റ് ആയിട്ട് ഒന്നിനോടും യോജിക്കാണ്ട് മിഡിലിൽ നിൽക്കുന്ന ഒരു അഭിപ്രായം സ്വീകരിക്കുക എപ്പോഴും. സീക്ക് വ്യൂസ് ഓഫ് വീക്കർ ആൻഡ് ലെസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ്. എപ്പോഴും വീക്കർ സെക്ഷനിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, ആരും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് കേൾക്കുക. ഷെയർ ടെക്നിക്കൽ ഇൻഫർമേഷൻ വിത്ത് ദ പീപ്പിൾ. അപ്പോൾ നമ്മൾ എല്ലാം അറിയുന്ന ആൾക്കാരാണ്, ഈ ലോക്കൽ പീപ്പിൾസിനെ ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരുമായിട്ട് നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറയാം, ഷെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഗിവ് പീപ്പിൾ ഇനഫ് ടൈം ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കൺസിഡർ ദെയർ ഐഡിയാസ്. അവർക്ക് ആവശ്യമുള്ള സമയം കൊടുത്ത് അവരുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഡു നോട്ട് ലെക്ചർ ദ ലോക്കൽ പീപ്പിൾ. നമ്മൾക്കെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ അവരോട് ഇങ്ങനെ കത്തിയടിക്കാൻ പാടില്ല, ലെക്ചർ അടിക്കാൻ പാടില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെക്ക് ദ വാലിഡിറ്റി ഓഫ് ഇൻഫർമേഷൻ യൂസിങ് ഡിഫറെൻറ്റ് സോഴ്സസ്. ഇപ്പം അവർ പറയുന്ന ഒരു കാര്യം ഒന്നായിരിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നായിരിക്കും. അപ്പോൾ എപ്പോഴും ആ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ പറയുന്ന കാര്യം ശരിയാണോ എന്ന് പല രീതിയിൽ പല സോഴ്സസിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അഡ്മിറ്റ് എറേഴ്സ് ആൻഡ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതേപോലെ മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കുകയും ചെയ്യുക. Ensure that the villagers' expectations are not raised too high and avoid making promises that cannot be fulfilled. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ ഒരിക്കലും നമ്മൾ സമ്മതം പറയാൻ പാടില്ല, ഇല്ലെങ്കിൽ പ്രോമിസ് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു ദുരന്ത സ്ഥലത്ത് നമ്മൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നാളെ തന്നെ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ വളരെ സെൻസിബിളായിട്ട് ആൻസേഴ്സ് കൊടുക്കുക. ഓർഗനൈസ് റിസ്ക് അസസ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻ ഫ്രീ ടൈം ഓഫ് ലോക്കൽ പീപ്പിൾ. അപ്പം ഇങ്ങനെ റിസ്ക് അസസ് ചെയ്യാനുള്ള പല പ്രോഗ്രാംസുകളും നമ്മൾ അവിടുത്തെ ജനങ്ങളുടെ ഫ്രീ ടൈമിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചിന്റെ കുറച്ച് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ CBDP തന്നെയാണ്. ഓക്കെ, ആസ് വിത്ത് എനി അതർ അപ്രോച്ച്, കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഹാസ് ഇറ്റ്സ് പ്രോസ് ആൻഡ് കോൺസ്. ദ ഫോളോയിങ് ആർ സം ദാറ്റ് യു ഷുഡ് അവെയർ ഓഫ്. അപ്പോൾ അതിൻ്റെ കുറേ നെഗറ്റീവ്സും ഉണ്ട്, നല്ല സൈഡും ഉണ്ട് എന്നാണ് പറയുന്നത് ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചിന്. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അപ്പോൾ ഇതും കൂടി പഠിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്, അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച്. ആദ്യം ഓണർഷിപ്പ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഒരു അഡ്വാൻറ്റേജ് ആണ് ഓണർഷിപ്പ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. The community-based approach involves people and gives them sense of ownership of the materials created and methods incorporated in education and public awareness. Though the ownership comes sustainability, the projects used as tools at this level become ongoing projects that can then be modified whenever the need arises. ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ എപ്പോഴും ആളുകളെ പങ്കെടുപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അവർക്കും എന്താണ്, ഞങ്ങളും കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓണർഷിപ്പ്, ഞാനും ഇതിന്റെ ഭാഗമാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെ അവരും എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. മാത്രമല്ല ആ ലോക്കൽ പീപ്പിൾസിനും അതൊരു വളരെ ഒരു അച്ചീവ്മെന്റ് ആയിട്ടൊരു ഫീലിംഗ് അവർക്കും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അഡ്രസ് ദ ഇമ്മീഡിയറ്റ് നീഡ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ആവുമ്പോൾ നമുക്ക് ആ കമ്മ്യൂണിറ്റീസിനെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് ഇസ് ടാർഗറ്റഡ് സ്പെസിഫിക്കലി അറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഇറ്റ് അഡ്രസ് ദെയർ ഇമ്മീഡിയറ്റ് നീഡ്സ്. ദിസ് ഈസ് ബിക്കോസ് അറ്റ് ദ കമ്മ്യൂണിറ്റി ബേസ്ഡ് ലെവൽ ഇമ്മീഡിയറ്റ് നീഡ്സ് ബെറ്റർ ഐഡന്റിഫൈഡ്. അപ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് വളരെ നന്നായിട്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ സാധിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി. ഇൻഫർമേഷൻ ഈസ് പ്രസന്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് പീപ്പിൾ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഓർ റിലേറ്റ് ടു. ഫോർ എക്സാമ്പിൾ, ദ യൂസ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് പീപ്പിൾ ഇൻ എ കമ്മ്യൂണിറ്റി ആർ മോസ്റ്റ് ഫെമിലിയർ വിത്ത്. Information is presented in such a way that the people can easily understand or relate to. Example, the use of language the people in a community most familiar with. അതായത് യൂസർ ഫ്രണ്ട്ലി ആണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ദുരന്തം നടത്തുന്നത്
ഹിന്ദിക്കാരൊക്കെ ആയിരിക്കും അവിടെ സോൾവ് ചെയ്യാനൊക്കെ വരുന്നത്, അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊരു ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാക്കും. അതേപോലെ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. അതേസമയം കമ്മ്യൂണിറ്റി ബേസ്ഡ് ആകുമ്പോൾ അവിടെ തന്നെ ആൾക്കാരാണല്ലോ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. മാത്രമല്ല വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് തോന്നും. മനസ്സിലായല്ലോ, അതാണ് യൂസർ ഫ്രണ്ട്ലി. Provides knowledge and skills. Finally, the community based approach empowers and equips people with the necessary knowledge and skills to help themselves at first 72 hours of disaster. This is the most crucial time on the onset of a disaster when outside help is still its own way. ഈ പ്രൊവൈഡ്സ് നോളജ് ആൻഡ് സ്കിൽ. ഇപ്പം നമ്മൾ ഒരു 10 പേരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുരന്തം നടന്നതിൻ്റെ ആദ്യത്തെ 72 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സമയത്ത് നമുക്ക് ഒരുപാട് ജീവൻ രക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് വഴി അവിടുത്തെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ രക്ഷിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് നെസസറി സ്കിൽസ് ഉണ്ടെങ്കിൽ എന്താണ്, വളരെ ഈസി ആവും ഈ ക്രൂഷ്യൽ ടൈമിൽ ഈ പ്രവർത്തനങ്ങൾ നടത്താൻ. ഓക്കെ, അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാം. Communities are sometimes reluctant to expose the vulnerabilities of their localities to outsiders. This is because of the fear that they will lose potential investors in their communities. Example, tourist. അതായത് ചില ഏരിയകൾ വളരെ ദുരന്തത്തിനിങ്ങനെ നിൽക്കുന്ന സ്ഥലമായിരിക്കും. കാരണം എക്സാമ്പിൾ ഇപ്പോൾ കുന്നും പ്രദേശങ്ങളൊക്കെ, ഇപ്പോൾ ഈ കേരളത്തിൻ്റെ മലനിരകളുള്ള പ്രദേശത്തുള്ള ആൾക്കാർ ഒരിക്കലും അവിടെ ഒരു ഭൂമി അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന അവർ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം എന്താണ്, അവർക്ക് പേടിയാണ്. നാളെ അവിടുന്ന് അവരെ ഒഴിപ്പിക്കുവോ, ഇല്ലെങ്കിൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഇതാക്കുവോ, ഇല്ലെങ്കിൽ കടൽ തീരങ്ങൾ ഇപ്പോൾ സുനാമി എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാവാന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും ടൂറിസം ഒരിക്കലും സക്സസ് ആവില്ല. അപ്പം എന്ത് ചെയ്യും, അവരുടെ വരുമാനം മുടങ്ങും. അപ്പം അങ്ങനെ ഒരു പേടി ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചസിൽ ഉണ്ടാക്കും. കമ്മ്യൂണിറ്റീനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു പേടി ഉണ്ടാവും. അപ്പം അതിനോട് അവർ സപ്പോർട്ട് ചെയ്യാണ്ട് വരും ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ചസിനോട്. അതുപോലെ ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ് രണ്ടാമത്തത്. At the community-based level, the lack of vulnerabilities of resources required to effectively carry out the awareness is also a disadvantage. Without necessary resources, the people have to improvise with what limited resources they have, and it's not only makes it's very difficult for them, but also impacts on quality of work they have produced. അപ്പോൾ ലാക്ക് ഓഫ് റിസോഴ്സസ്, ഈ കമ്മ്യൂണിറ്റി ബേസ്ഡിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും വളരെ അത്ര നന്നായി അറിയണമെന്നൊന്നുമില്ല. ലിമിറ്റഡ് റിസോഴ്സസിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള നോളജൊക്കെ കുറവായിരിക്കും. എത്ര ട്രെയിനിങ് കൊടുത്താലും അതിനൊരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ ഈ ലാക്ക് ഓഫ് റിസോഴ്സസ് ആണ് രണ്ടാമത്തെ റീസൺ. അടുത്തത് മിസ്ലീഡിങ് ഇൻഫർമേഷൻ. വെൻ പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ക്യാരിഡ് പ്രോപ്പർലി അറ്റ് കമ്മ്യൂണിറ്റി ലെവൽ, misleading information is disseminated to rest of the community. This can lead to a chaotic situation and ultimately loss of lives and the onset of a disaster. അപ്പോൾ ഒരു ദുരന്തം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോൾ പ്രോപ്പറായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് തെറ്റായിട്ട് മനസ്സിലാക്കും അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലായില്ല, നിങ്ങൾ തെറ്റായിട്ടാണെന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ എന്താവും, നിങ്ങൾ ഇനി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അവനും തെറ്റിപ്പോവും. അപ്പോൾ മിസ്ലീഡിങ് ഇൻഫർമേഷൻ, ആരെങ്കിലും മിസ്ലീഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് തന്നെ ഫുള്ളായിട്ട് തെറ്റിയിട്ട് കൊളാവും. അടുത്ത ലാക്ക് ഓഫ് പ്രോപ്പർ ട്രെയിനിങ്. അപ്പോൾ ട്രെയിനിങ് എത്ര കൊടുക്കുന്നുണ്ട് പറഞ്ഞാലും അത് പ്രോപ്പറായിട്ട് എല്ലാ ടൂൾസും വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിങ്ങിൻ്റെ കുറവും ആളുകളിൽ എന്തുണ്ടാക്കാം, ഒരു പേടി ഉണ്ടാക്കാം. മാത്രമല്ല അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അടുത്തത് ജെൻഡർ ബയാസ്. There is a tendency in many developing countries not to involve women and young people in the creation of the tools and community-based approach due to religious and cultural influence. Observation shows that often those involved in public awareness and education at community-based level are males, middle-aged or older. They are the certain needs of communities overlooked by males, but easily identified by the women or youth. അപ്പോൾ ജെൻഡർ ബയാസ്, അതായത് പെണ്ണാണ് ആണാണ് എന്നുള്ള ഒരു വ്യത്യാസം.
ഇപ്പം ഇങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് അപ്രോച്ച് നടക്കുമ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റിനെ ട്രെയിൻ ചെയ്യുകയാണ്, ദുരന്തം വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് ക്ലാസ്സിൽ നമുക്ക് സ്ത്രീകളുടെയും അതുപോലെ യങ് ആയിട്ടുള്ള യുവാക്കളുടെയും പ്രാതിനിധ്യം വളരെ കുറവായിട്ട് കാണും. കാരണം ഈ വയസ്സായ ആൾക്കാരും മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണുള്ളൂ. കാരണം അവരുടെ വിചാരം അവരാണ് ആ സമൂഹത്തെ ഒക്കെ നോക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചാൽ മതി എന്നുള്ളൊരു തിങ്കിങ് ആണ്. അവരെക്കാളും നന്നായിട്ട് ചെയ്യാൻ യങ് ആയിട്ടുള്ള യൂത്തിനും ഒപ്പം തന്നെ ലേഡീസിനും പറ്റും. പക്ഷെ അത് നടക്കുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കുറച്ച് ഈ പുരുഷന്മാര് സ്ത്രീകളെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ റെയർ ആയിരിക്കാം. അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ മൊഡ്യൂൾ തീർന്നു. ഞാൻ അടുത്തത് 4th വൺ, അത് നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. എടുത്തത്രയും ഭാഗം നന്നായിട്ട് വായിക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.